നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക്. ഇന്നത്തെ ഈ ജ്യോതിഷ വീഡിയോ കന്നിരാശിക്കാർക്ക് വളരെ സവിശേഷമായതാണ്. കർമ്മഫലദാതാവായ ശനി ജൂലൈ 27 മുതൽ വക്രഗതിയിലായിരിക്കുകയാണ്. 138 ദിവസത്തെ ഈ ശനി വക്രഗതി നിങ്ങൾക്ക് എങ്ങനെയുള്ളതായിരിക്കുമെന്ന് നമുക്ക് വളരെ വിശദമായി നോക്കാം. വക്രഗതിയിലുള്ള ശനി ദോഷഫലങ്ങൾ മാത്രമേ നൽകൂ എന്ന തരത്തിലുള്ള എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും ഞാനിവിടെ വ്യക്തമായി പറഞ്ഞു തരാം. ഇനി നമുക്ക് ഈ വക്രശനി നിങ്ങൾക്ക് എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. നിങ്ങളുടെ രാശിയിൽ നിന്ന് നോക്കുമ്പോൾ കന്നിരാശിയുടെ 7ാം ഭാവത്തിലാണ് ശനിയുടെ സഞ്ചാരം. ഈ ഭാവത്തിൽ വെച്ചാണ് ശനി വക്രഗതിയിലാകുന്നത്. എന്താണ് ഈ വക്രഗതി എന്ന് വളരെ ചുരുക്കത്തിൽ പറഞ്ഞു തരാം. എല്ലാ ഗ്രഹങ്ങളും സൂര്യനെയാണ് ഒരു നിശ്ചിത വേഗതയിൽ വലം വെക്കുന്നത്. ഏതെങ്കിലും ഒരു ഗ്രഹം അതിന്റെ സാധാരണ വേഗതയിൽ സഞ്ചരിക്കാതിരിക്കുകയും എന്നാൽ ഭൂമി അതിന്റെ വേഗതയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ആ ഗ്രഹം പുറകോട്ട് സഞ്ചരിക്കുന്നതായി തോന്നും. ഇതിനെയാണ് വക്രഗതി എന്ന് പറയുന്നത്. ഭൂമിയുടെ വേഗതയും ആ ഗ്രഹത്തിന്റെ വേഗതയും തമ്മിലുള്ള വ്യത്യാസം കാരണമാണ് അങ്ങനെ തോന്നുന്നത്. എന്നാൽ ജ്യോതിഷശാസ്ത്രത്തിൽ ഒരു ഗ്രഹം ഏത് ഭാവത്തിലാണോ വക്രഗതിയിലാകുന്നത് ആ ഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഗ്രഹങ്ങൾ വക്രഗതിയിലാകുമ്പോൾ ആ ഭാവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഫലങ്ങൾ പുറപ്പെടുവിക്കും. നല്ലതാണെങ്കിൽ നല്ലതും ചീത്തയാണെങ്കിൽ ചീത്തയും. കൂടാതെ മുൻപ് നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കാനും ഇത് സഹായിക്കും. 7ാം ഭാവം എന്നത് വിവാഹം, ദാമ്പത്യം, പാർട്ട്ണർഷിപ്പ്, ബിസിനസ് എന്നിവയെയാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ഇത് ദിവസ വരുമാനത്തിന്റെ ഭാവം കൂടിയാണ്. വക്രശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 9ാം ഭാവത്തിലും 1ാം ഭാവത്തിലും പതിക്കുന്നുണ്ട്. ഒന്നിലധികം വരുമാന മാർഗങ്ങൾ വേണമെന്ന് ആഗ്രഹിച്ചിരുന്ന കന്നിരാശിക്കാർക്ക് ഇപ്പോൾ അതിനുള്ള നല്ലൊരവസരം ലഭിച്ചേക്കാം. അല്ലെങ്കിൽ ദിവസ വരുമാനം ലഭിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും തൊഴിൽ തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതിനും ഈ വക്രശനി വഴിയൊരുക്കും. മുൻപ് ശനി നേർരേഖയിലായിരുന്നപ്പോൾ നടക്കാതിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ നടക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചിരുന്നെങ്കിൽ അതിനും ഇപ്പോൾ അവസരമുണ്ട്. പക്ഷെ ഒരു കാര്യത്തിലും തിടുക്കം കൂട്ടരുത്. എല്ലാ കാര്യങ്ങളും ക്ഷമയോടെ ചെയ്തു തീർക്കണം. ശനിക്ക് കർമ്മം ഇഷ്ടമാണ്. എല്ലാ മനുഷ്യരും കർമ്മം ചെയ്യുന്നുമുണ്ട്. എന്നാൽ കർമ്മത്തോടൊപ്പം അച്ചടക്കവും സ്ഥിരതയും ഉണ്ടെങ്കിലേ ശനിയുടെ അനുഗ്രഹം ലഭിക്കൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ജോലിയും ചെയ്യുകയാണെങ്കിൽ അത് അച്ചടക്കത്തോടെ ചെയ്യുക. നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ലഭിക്കും. മുൻപ് നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പങ്കാളിയുടെ ആരോഗ്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലോ അതിലൊക്കെ ഇപ്പോൾ കുറച്ച് മാറ്റങ്ങൾ കാണാൻ സാധിക്കും. രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടും. ശനിയുടെ ദൃഷ്ടി 9ാം ഭാവത്തോടൊപ്പം നിങ്ങളുടെ 1ാം ഭാവത്തിലുമുണ്ട്. അതുകൊണ്ട് കന്നിരാശിക്കാർ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പല വഴിക്ക് ചിതറിപ്പോകും. അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കും. അമിത ചിന്തയും ഉത്കണ്ഠയും ഉണ്ടായേക്കാം. കാരണം ചന്ദ്രന്റെ മേൽ ശനിയുടെ ദൃഷ്ടി വരികയും അത് വക്രഗതിയിലാവുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ കാര്യങ്ങളെക്കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങും. അനാവശ്യ കാര്യങ്ങൾ പോലും കൂടുതൽ ചിന്തിച്ചു കൂട്ടും. അതുകൊണ്ട് അമിത ചിന്തയിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും മാറി നിൽക്കണം. ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് ഒരുപാട് വിഷമിക്കാതിരിക്കുക. നിങ്ങളുടെ 4ാം ഭാവത്തിലും ശനിയുടെ ദൃഷ്ടിയുണ്ട്. 4ാം ഭാവത്തിലെ ദൃഷ്ടി സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. പുതിയ പ്രോപ്പർട്ടി വാങ്ങാനോ വീട് വെക്കാനോ പഴയ വീട് പുതുക്കി പണിയാനോ ഈ സമയം നിങ്ങൾ ശ്രമിക്കും. അതോടൊപ്പം വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ 138 ദിവസങ്ങൾ വളരെ നല്ല സമയമാണ്. നിങ്ങൾ കുറെ നാളായി ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങാൻ പറ്റിയ സമയമാണിത്. അല്ലെങ്കിൽ ഇരുമ്പുമായി ബന്ധപ്പെട്ട യന്ത്രങ്ങളോ ഇലക്ട്രോണിക് സാധനങ്ങളോ വാങ്ങാനും സ്വത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ നടത്താനും ഈ സമയം അനുകൂലമാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില നെഗറ്റീവ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഒന്നാമതായി അമിത ചിന്തയും ഉത്കണ്ഠയും നിയന്ത്രിക്കണം. രണ്ടാമതായി നിങ്ങളുടെ അമ്മയുടെ സ്വഭാവത്തിൽ ദേഷ്യമോ നെഗറ്റീവ് ചിന്തകളോ അമിത ഉത്കണ്ഠയോ കണ്ടേക്കാം. അല്ലെങ്കിൽ അമ്മയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മൂന്നാമതായി ഒരു കാര്യവും തിടുക്കത്തിൽ ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അത് പ്രശ്നങ്ങൾക്ക് കാരണമാകും. കാരണം നിങ്ങളുടെ 5ാം ഭാവത്തിന്റെ അധിപൻ കൂടിയായ ശനിയുടെ ദൃഷ്ടി നിങ്ങളുടെ 9ാം ഭാവത്തിലേക്ക് പതിക്കുന്നുണ്ട്. തിടുക്കം കൂട്ടിയാൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും.
പിതാവുമായി ചെറിയ കാര്യങ്ങൾക്ക് പോലും തർക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതും ശ്രദ്ധിക്കണം. അഷ്ടമശനിയോ 7.5 ശനിയോ ഈ സമയമില്ലാത്തതിനാൽ കരിയറിൽ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരിക്കില്ല. ഉത്തരവാദിത്തങ്ങൾ സാധാരണ രീതിയിൽ മുന്നോട്ടു പോകും. ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും മോശമല്ലാത്ത രീതിയിൽ ഉണ്ടാകും. ജോലിയിൽ സ്ഥലം മാറ്റത്തിനുള്ള സാധ്യതയുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരങ്ങൾ ഉണ്ടാകും. ജോലി മാറാനോ പുതിയ ബിസിനസ് തുടങ്ങാനോ പാർട്ട്ണർഷിപ്പ് ബിസിനസ് ചെയ്യാനോ ഒക്കെയുള്ള സാധ്യതകൾ ഈ സമയം ഉണ്ടാകും. അതോടൊപ്പം ശനിയുടെ ദൃഷ്ടി 1-ാം ഭാവത്തിൽ പതിക്കുന്നത് കൊണ്ട് മനസ്സിൽ ഒരുപാട് പുതിയ ആശയങ്ങൾ വരും. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ആശയങ്ങളെ നിങ്ങൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്ക് നല്ല ഫലം നൽകും. നിങ്ങൾ എന്ത് പുതിയ കാര്യം തുടങ്ങിയാലും അത് ക്ഷമയോടെയും അച്ചടക്കത്തോടെയും കൂടി ചെയ്യുക. അങ്ങനെ ചെയ്താൽ നല്ല ഫലം ലഭിക്കും. കാരണം ശനി നിങ്ങളുടെ 5-ാം ഭാവത്തിന്റെ നാഥനാണ്. 5-ാം ഭാവത്തിന്റെ നാഥനായി ശനി 7-ാം ഭാവത്തിൽ ഇരിക്കുന്നത് കേന്ദ്ര ത്രികോണ രാജയോഗത്തെയാണ് കാണിക്കുന്നത്. ഇത് കുട്ടികൾക്കും വിദ്യാർത്ഥികൾക്കും വളരെ നല്ല സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നന്നായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ വക്രശനി കാലയളവ് സഹായിക്കും. കന്നിരാശിക്കാർക്കായുള്ള ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ ജ്യോതിഷ അറിവുകൾക്കായി ഫലദീപിക സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ. ഹരി ഓം.